ക്യാൻസർ ബാധിച്ചവർക്ക് വീണ്ടും അതേ രോഗം വരുന്നത് പ്രതിരോധിക്കാനുള്ള മരുന്ന് വികസിപ്പിച്ചെടുത്ത് പ്രമുഖ ക്യാൻസർ ഗവേഷണ ചികിത്സാ കേന്ദ്രമായ മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് 10 വർഷത്തെ ഗവേഷണത്തിനൊടുവിലാണ് മരുന്ന് വികസിപ്പിച്ചെടുത്തത്. 100 രൂപയ്ക്ക് പ്രതിരോധ ഗുളികകൾ ലഭ്യമാക്കാനാകുമെന്ന് ടാറ്റ മെമ്മോറിയൽ ആശുപത്രിയിലെ സീനിയർ ക്യാൻസർ സർജൻ ഡോക്ടർ രാജേന്ദ്ര ബദുവ പറഞ്ഞു. എടാ, ഇതൊരു നല്ല വാർത്തയല്ലോ, എല്ലാവരും വായിച്ചു കൊടുത്താലോ? വ്യാസം എനിക്ക് കാള പറ്റുമെന്ന് കേൾക്കുമ്പോഴത്തേക്കും കയറെടുക്കല്ലേ. ആദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിദഗ്ധ ഡോക്ടറെ അടുത്ത് പോയിട്ട് ചോദിക്കാം, എന്നിട്ട് നമുക്ക് നാട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം. അതിലെ കുറച്ചുകൂടെ നല്ലത്. അത് നീ പറഞ്ഞത് ശരിയാ, എന്നാ അങ്ങനെ ചെയ്യല്ലേ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ദിനപത്രങ്ങളിൽ വന്നൊരു തലക്കെട്ടിൻ്റെ ഭാഗമായി കുറേ പേർക്ക് ഉണ്ടായിരുന്നൊരു സംശയത്തിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വളരെ ബ്രീഫായി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. തലക്കെട്ട് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ക്യാൻസറിനെതിരെ ഒരു മരുന്ന് കണ്ടുപിടിച്ചു, 100 രൂപ വിലയുള്ള മരുന്ന് കഴിച്ചാൽ ക്യാൻസർ വരുന്നത് തടയാൻ സാധിക്കും എന്നുള്ളതാണ് തലക്കെട്ടുണ്ടായിരുന്നത്. ഒരു അസുഖമുള്ളൊരു രോഗിയാണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ള ആളാണെങ്കിലോ ഇതിലും വലിയൊരു വാർത്ത പ്രത്യേകിച്ച് കേൾക്കാനില്ല. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞ് ഒരുപാട് പേർ ദിവസവും ഒ പിയിൽ രാവിലെയും വൈകുന്നേരവും വന്ന് ചോദിച്ചിരുന്നു. കുറേ പേർ അതിൻ്റെ സംശയങ്ങളുടെ ഭാഗമായിട്ട് ഫോണിലും വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം. ഈ ന്യൂസ് വന്നത് ഇന്ത്യയിലെ ഒരു പ്രധാന ക്യാൻസർ ഹോസ്പിറ്റലായിട്ടുള്ള ടാറ്റ ഹോസ്പിറ്റൽ ബോംബെയിൽ നിന്നാണ്. അവരുടെ ഒരു റിസർച്ച് വിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിങ് നടത്തിയ ഒരു ഗവേഷണത്തിൽ ഒരു മരുന്ന് കണ്ടുപിടിച്ചു. ആ മരുന്നിൽ പ്രഥമ ദൃഷ്ടിയാൽ ക്യാൻസർ തടയാൻ സാധിക്കും എന്നുള്ള ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടൊരു പ്രസ് റിലീസ് ഇറക്കി. അതിനുശേഷമാണ് എല്ലാവിധ ന്യൂസ് പേപ്പറിൽ ഈ വാർത്ത വന്നത്. എന്താണ് ഈ മാജിക് ഡ്രഗ് അല്ലെങ്കിൽ മിറാക്കിൾ ഡ്രഗ് എന്നാണ് അതിന് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ മരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേര് RCU എന്നാണ്. RCU. എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്വെറട്ടോൾ എന്ന് പറയും, റെസ്വെറട്ടോൾ. ആൻഡ് CU എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പർ അഥവാ ചെമ്പ്. അപ്പോൾ റെസ്വെറട്ടോളും കോപ്പറും കൂടിയും അടങ്ങുന്ന ഒരു മരുന്നിൻ്റെ പേരാണ് ഈ RCU എന്ന് പറഞ്ഞത്. ഈ റെസ്വെറട്ടോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയും. ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രീഷണലുമാണ് എന്നാൽ ഫാർമസ്യൂട്ടിക്കലുമാണ്. അങ്ങനത്തെ മരുന്നുകളുടെ പേരാണ് ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ. ഈ കോപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ഈ മെറ്റലാണ് കോപ്പർ. ഈ റെസ്വെറട്ടോൾ സാധാരണ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽസിൻ്റെ മുകളിൽ കുറേ പഠനങ്ങൾ കുറേ നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ റെസ്വെറട്ടോൾ സാധാരണ ഗ്രേപ്പ് ജ്യൂസിന് കിട്ടുന്നതാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ റെസ്വെറട്ടോൾ പണ്ടൊക്കെ നമ്മൾ ഈ ക്യാൻസറിൻ്റെ ചികിത്സയുടെ പാർശ്വഫലങ്ങൾ തടയാൻ വേണ്ടി ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള മരുന്നാണ്. ചില സമയത്ത് വായയിൽ വരുന്ന പുണ്ണുകളൊക്കെ തടയാൻ വേണ്ടി ഇത് സഹായിക്കും എന്നുള്ള പഠനങ്ങൾ വരെ ആളുകളുടെ മുകളിൽ നടത്തി തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മരുന്ന്, അപ്പോൾ നമ്മൾ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ, ന്യൂട്രീഷനും ഫാർമക്യൂട്ടിക്കൽ പ്രോപ്പർട്ടിയും ഉള്ളത്. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് തുളസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി തുളസി അത് നമ്മൾ ചായയിലിട്ട് കുടിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് ജലദോഷമോ പനിയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ മരുന്നുകളുടെ പേരാണ് ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ. അപ്പോൾ ഈ റെസ്വെറട്ടോൾ എന്ന് പറഞ്ഞ സംഭവം കോപ്പറും കൂടി മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു മരുന്ന് ക്യാൻസർ തിരിച്ചു വരാൻ തടയാൻ സാധിക്കുമെന്നാണ് പ്രസ് റിലീസ് ഉണ്ടായിരുന്നത്. എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ ഒരു ക്യാൻസർ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ തിയറി ഒരു കീമോതെറാപ്പി, റേഡിയേഷൻ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്യാൻസർ കോശങ്ങൾ ആ സെല്ലിൽ നിന്ന് ചാവുന്നു. അപ്പോൾ ആ സെല്ലിൽ നിന്ന് ചാവുന്ന കോശങ്ങൾ സെല്ലിൻ്റെ പുറത്തേക്ക് കടക്കുന്നു എന്നാണ് കണ്ടുപിടിക്കപ്പെടുന്നത്. അതിൻ്റെ പേരാണ് ഈ സെൽ ഫ്രീ DNA, സെൽ ഫ്രീ ക്രോമാറ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പുറത്തേക്ക് കിടക്കുന്നത്. ഈ കിടക്കുന്ന സാധനങ്ങൾ വേറെ നല്ല കോശങ്ങളെ കയറി പിടിക്കാൻ ഒരു സാധ്യതയുണ്ടെന്നും അത് ആ നല്ല കോശങ്ങളിൽ വീണ്ടും ക്യാൻസർ ഉണ്ടാക്കും എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനത്തെ ഒരു തിയറി കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കുറേ പഠനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ RCU എന്ന് പറഞ്ഞ മരുന്ന് ഓക്സിജൻ ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞ സംഭവങ്ങൾ പുറപ്പെടുവിച്ച് ഈ ഓടി നടക്കുന്ന സെൽ ഫ്രീ ക്രോമാറ്റിൻ എന്നുള്ളതിനെ ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും. അത് വേറൊരു കോശങ്ങളിലും ചെന്ന് ചേരില്ല
എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഗവേഷണം. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മരുന്ന് കണ്ടുപിടിക്കുമ്പോൾ ഏതെല്ലാം സ്റ്റേജിലൂടെ കടന്നു പോകണമെന്നാണ്. അപ്പോൾ ഈ ഒരു തിയറി വെച്ചിട്ട് അവരിങ്ങനത്തെ ഒരു മരുന്ന് ഈ ഫ്രീ റാഡിക്കൽ നമ്മൾ ഓക്സിജൻ ഫ്രീ റാഡിക്കൽസിൻ്റെ സഹായം കൊണ്ട് ഈ സെൽ ഫ്രീ ക്രൊമാറ്റിനെ നമുക്ക് ശരീരത്തിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് കളയാൻ പറ്റുന്ന ഈ RCU എന്ന് പറഞ്ഞ മരുന്ന് ഒരു ഗവേഷണ ലാബിൽ ആലോചിച്ചത് ഗവേഷണവുമായിട്ട് മുന്നോട്ടെടുത്തു. അപ്പോൾ അതിൽ കുറേ കടമ്പകളുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മരുന്ന് നിങ്ങളുടെ അടുത്ത് എത്തുന്നതിൻ്റെ മുമ്പേ കുറേ സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകും. അതിൻ്റെ പേര് ഫേസ് ട്രയൽസ് എന്നാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ലാബുകളിൽ അത് ചെക്ക് ചെയ്ത് നോക്കും. ലാബിൽ അത് ചെക്ക് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മൃഗങ്ങളിൽ, എലികളിൽ അത് പരീക്ഷിച്ച് നോക്കും. അതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറവ് ആളുകളിൽ മാത്രം phase 1, phase 2 എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് പഠനങ്ങൾ നടത്തും. അതിന് ശേഷമാണ് phase 3 എന്ന് പറഞ്ഞ് ഒരുപാട് പേരിൽ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് അതിൻ്റെ ഡോസ് തീരുമാനിക്കുന്നതും അതിൻ്റെ പാർശ്വഫലങ്ങൾ കണ്ടെത്തുന്നതും അത് എഫക്റ്റീവ് ആണോ നോക്കുന്നതും. എല്ലാ ലാബുകളിലും എഫക്റ്റീവായി മരുന്ന് മൃഗങ്ങളിൽ എഫക്റ്റീവ് ആവണമെന്നില്ല. ലാബുകളിലും മൃഗങ്ങളിലും എഫക്റ്റീവായി മരുന്ന് മനുഷ്യരിൽ എഫക്റ്റ് ആവണമെന്നില്ല. മനുഷ്യരിൽ എഫക്റ്റ് ആയ മരുന്ന് phase 2 എത്തുമ്പോഴേക്കും ഒരുപാട് പാർശ്വഫലങ്ങൾ ഉണ്ടാവാം. phase 3 എത്തുമ്പോഴേക്കും അത് വീണ്ടും ഉപകാരമില്ലാതെ ആവാം. പക്ഷേ ഇത്രയും ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു മരുന്ന് അപ്രൂവ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഒരു പാരസെറ്റമോൾ ഗുളിക പോലും ഇത്രയധികം ട്രയലിലൂടെ കടന്നു പോയിട്ടാണ് അപ്രൂവ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ RCU എന്ന് പറഞ്ഞ മരുന്ന് ഇപ്പോൾ ലാബുകളിൽ അവർക്ക് ഫലപ്രദമായി തോന്നി. മൃഗങ്ങളിൽ പഠനം നടത്തി, എന്ന് വെച്ച് കഴിഞ്ഞാൽ എലികളിൽ പഠനം നടത്തി, മൗസ് മോഡലിൽ പഠനം നടത്തി, അതിൽ എഫക്റ്റീവായി തോന്നി. ആ 2 സ്റ്റെപ്പ് വിജയിച്ചിരിക്കുന്നു എന്നാണ് ആ പ്രസ് റിലീസിൻ്റെ അർത്ഥം. അപ്പോൾ ഇനിയും കടമ്പകൾ ഒരുപാട് കടക്കാനിരിക്കുന്നു. phase 1, phase 2, phase 3 എന്ന് പറഞ്ഞിട്ടുള്ള ക്ലിനിക്കൽ ട്രയൽ നടത്തണം. ക്ലിനിക്കൽ ട്രയൽ നടത്തി അതൊരു അപ്രൂവായി വരാൻ പൊതുവെ ഒരു 10 കൊല്ലത്തോളമൊക്കെയാണ് സമയമെടുക്കാറ്. ഫാസ്റ്റ് പ്രോസസ്സായിട്ട് പെട്ടെന്ന് നടത്താനുള്ള phase ട്രയൽസിൻ്റെ ആ ട്രയൽസിലോട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതൊരു വിജയമായി മാറട്ടെ. കുറച്ച് പേർക്കെങ്കിലും, ഇപ്പോൾ എല്ലാ ക്യാൻസറിലും അത് ഉപകാരമില്ല എന്നൊക്കെയാണ് പ്രസ് റിലീസിൽ പറഞ്ഞിട്ടുള്ളത്. വായയുടെ ക്യാൻസറുകൾക്കൊക്കെയാണ് കൂടുതൽ എഫക്റ്റീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും ഈ മുഴുവൻ ട്രയൽസ് കഴിയാതെ ഒരിക്കലും ആ മരുന്ന് എഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ചാടിക്കേറി നമ്മൾ തീരുമാനങ്ങൾ എടുക്കുകയാണ്. നമ്മൾ കുറച്ച് നേരം കൂടി കാത്തിരുന്നേ പറ്റൂ. ഇനി എൻ്റെ ബാക്കി രോഗികളുടെ ഒരു മെയിൻ സംശയം, അപ്പോൾ ഈ കീമോതെറാപ്പിയും റേഡിയേഷനും ഒന്നുമില്ലാതെ നമ്മൾ ക്യാൻസർ ചികിത്സിക്കാൻ ഈ ഗുളിക മാത്രം കഴിച്ചാൽ മതിയോ? അത് വളരെ തെറ്റാണ്. ഇത് ക്യാൻസർ മാറാനുള്ളൊരു ട്രീറ്റ്മെൻ്റ് അല്ല. അപ്പോൾ ഈ ചികിത്സ നിങ്ങൾ എടുത്തേ പറ്റൂ. അപ്പോൾ ഇതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. സർജറിക്കോ കീമോതെറാപ്പിക്കോ റേഡിയേഷനോ ആൻറ്റിബോഡിക്കോ ഇമ്മ്യൂണോതെറാപ്പിക്കോ ഒന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. അതിന് ശേഷമായിട്ട് പറയുന്ന ഒരു മരുന്നുകളാണ്. ഇപ്പോൾ ഇതുവരെ അത് മനുഷ്യരിൽ phase 2, phase 3 ട്രയൽ നടന്നിട്ടില്ല. അതിന് ശേഷം മാത്രമേ നമ്മളിത് പൂർണ്ണമായിട്ട് ഇതിൻ്റെ മുകളിൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഭാവിയിൽ ഇതൊരു വിജയമാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം. താങ്ക് യു.